ഈ സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയും. പെട്ടെന്ന് വിളിച്ചിട്ട് വാക്ക് പറയുമ്പോ ഒരു പ്രാവശ്യം ഞാൻ വിട്ടക്കഴിഞ്ഞ് കുട്ടിയോട് കയറി 2 വാക്ക് പറയാൻ പറഞ്ഞു. അവള് പറഞ്ഞാണ് എന്ത്, സാർ എനിക്ക് എരിക്കാൻ പറ്റുന്നില്ല. അതെന്താ പ്രശ്നം? ഭൂഗുരുത്താക്ഷൻ ന്യൂട്ടൺ പിടിച്ചടിയിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ന്യൂട്ടൺ നിന്ന് അവിടെ താന്നത് വലിക്കല്ലേ. ഇതുവരെ കുട്ടികൾ എഴുന്നേറ്റില്ല, ശരിയല്ലേ? റൈറ്റ്. അപ്പോ 2 വാക്ക് പറയാൻ പറയുമ്പോ ഒരു സംഭവമുണ്ട്. അമേരിക്കയില് ഒരു സർവേ നടത്തി. നിങ്ങൾ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു എന്താണ്? ഓപ്ഷൻസ് കൊടുത്തു, അയക്കാൻ പറഞ്ഞു. അതിൽ ഒന്നാമതായി വന്നത് ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്, മൈ ഗോഡ്. ഡെത്ത് ഒന്നല്ല വന്നത്. ഭയപ്പെടുന്നത് ഭൂരിപക്ഷം പേരും ഒരു ഗ്രൂപ്പിനെ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള ആ കാര്യത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്ര ഭീകരമായുള്ള ചിന്തയാണത്. നമ്മളെപ്പോലെ മനുഷ്യന്മാരുടെ മുമ്പിൽ ഇരിക്കുന്നത് അവരൊരു ഗ്രൂപ്പായിട്ട് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്, ഇതാണ് ഫസ്റ്റ് വന്നത്. എന്തുകൊണ്ട്? ഇവിടെ വരുന്ന ആദ്യത്തെ പ്രോബ്ലം എന്താണ്? സ്റ്റേജ് ഫ്രൈറ്റ്. സഭാകമ്പം എന്ന് പോലെ മലയാളത്തിൽ സ്റ്റേജ് ഫ്രൈറ്റ്. FRIGHT, ഫ്രൈറ്റ്. പക്ഷേ ഈ സ്റ്റേജ് ഫ്രൈറ്റ്, ഈ സഭാകമ്പം, ഞാൻ കയറി എങ്ങനെ ഉണ്ടാവും? ആൾക്കാർ എന്ത് വിചാരിക്കും? എനിക്ക് പറയാൻ പറ്റൂ ശരിയാവോ തെറ്റോ? ആകെ ഒരു വെദർ ഐ മേ കട്ട് എ സോറി ഫിഗർ മൈസെൽഫ്, ഞാൻ ഫുള്ളായി പോവോ? അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയമാണത്. ആ സ്റ്റേജ് ഫ്രൈറ്റ്. ഈ ഫ്രൈറ്റിലെ സ്പെല്ലിംഗ് FRIGHT ആണല്ലോ. അതിൽ 6 നിൽക്കുന്നത് അറിയാം സ്പെല്ലിംഗ്. റിമൂവ് മീ എന്ന് പറയുന്നത്, എന്നെ നീ ഒഴിവാക്കാൻ. അപ്പൊ ആ വീട് എന്തായി മാറും? സ്റ്റേജ് ഫ്രൈറ്റ്. സ്റ്റേജ് ഫ്രൈറ്റ് അല്ല വരും. നമുക്ക് എന്താ പറഞ്ഞ സ്റ്റേജിൽ ഫൈറ്റ് ചെയ്ത് നമ്മൾ ആൾ റെഡി, നമ്മൾ ഫൈറ്റ് ചെയ്യും. എങ്ങനെ? അതാണ് പറയാൻ പോണത്. ചിലരൊക്കെ വന്ന് നിൽക്കുമ്പോഴുണ്ടല്ല, വന്ന് നിൽക്കില്ലേ, നിൽക്കണ സമയത്ത് കണ്ണീന്ന് ചെറു വെള്ളം വരും, തലയിട്ടമാതിരി, കൈയൊക്കെ വേർത്ത്, കാലൊക്കെ വേർത്ത്, നെഞ്ചിടിപ്പ് കൂടി, വയറൊരു ബട്ടർഫ്ലൈ നടക്കുന്ന മാതിരിയാണ്. എന്തൊരു സംഭവം ഇത് പറഞ്ഞ മാതിരിയാണ്. തകർന്ന് തളർന്ന് ചിലര് പേര് വെച്ച വരില്ല. നിന്റെ പേര് പ്രസംഗിക്കാൻ വെച്ചിട്ട് അന്നാ മുങ്ങ വിടുന്നു, ശരിയല്ല? യേശു 3 ദിവസം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു. ഇവൻ വരില്ല, 3 വർഷത്തിലും വരില്ല. കാരണം എന്താ? ഈ അടുത്ത വർഷം അതിൽ വെച്ചല്ല. യു അണ്ടർസ്റ്റാൻഡ്? വരില്ല, പേടി. അപ്പൊ ഈ സ്റ്റേജ് ഫ്രൈറ്റ് ആണ് പല ആൾക്കാരും പേടിപ്പിക്കുന്നതാണ്, ശരിയല്ലേ? അതെങ്ങനെ ഓവർകം ചെയ്യാം? എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, എന്നെ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ കൊണ്ടു നിർത്തി. ഗേൾസും ബോയ്സും ഇരിക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലാണ്. അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു, നിങ്ങൾക്കും പ്രസംഗനാവാം. ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സാണ്. അപ്പൊ ഞാൻ ഉള്ളി പറഞ്ഞു, എന്നെ കൊണ്ട് പരിപാടി സാർ എന്തോരം ക്ലാസ് എടുത്തോ, നമ്മൾ ഇവിടെ ഇരിക്കാൻ തയ്യാറാ, കൈയടിക്കാൻ. യു ആർ ഗ്രേറ്റ്, മീ ഹിയർ. നമ്മുടെ പോസ്റ്റ് ഇവിടെയാണ്. കാരണം നമ്മൾ അതാ ശീലിച്ചിട്ടുള്ളത്. സ്കൂളൊക്കെ പഠിക്കുമ്പോ സാധാരണ കുറെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ചാൻസ് കിട്ടുക. അതും നെഹ്റുവിന്റെ കാലഘട്ടം. ഏത്? നവംബർ 14 ഈ പരിപാടി നടക്കുക. പ്രകടന പ്രസംഗം. ഓർമ്മയില്ല നിങ്ങൾക്കത്? നവംബർ 14 ചാച്ചാജിയുടെ ജന്മദിനം. വർഷങ്ങൾക്ക് മുമ്പ് 2 റൗണ്ട് അടിക്കലും ജയിൻ. നമ്മൾ മുമ്പിലുണ്ട്. തെറ്റി കഴിഞ്ഞാൽ കല്ലെടുത്തെറിയാൻ. കാരണം നമ്മളെ കൊണ്ടതാ പറ്റുള്ളൂ. സ്റ്റേജിന് മുമ്പിൽ നിൽക്കുക. കാരണം എന്ത്? നമുക്കൊന്നും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. കയറി നിൽക്കും നമ്മള്, അത് നിൽക്കൂല. മുമ്പിലിരിക്കാൻ നല്ല സുഖമല്ലേ? കയറി നിന്നപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടായത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ ലൈഫ് അക്കൗണ്ട്. അപ്പോ എന്നെ ആദ്യമായി കൊണ്ടു നിർത്തി. എന്തേലും പറഞ്ഞു. ശരി, നിക്കല്ല വേണ്ടു, നിന്നു. 2 വാക്കല്ലേ പറയണ്ടോ? 2 വാക്ക് പറയാൻ കാണിച്ച പണി എനിക്കല്ലേ അറിയുള്ളൂ. എന്നെ കൊണ്ടു നിർത്തി.
അന്ന് ഞാൻ ചെയ്തൊരു ഒറ്റ അബദ്ധം ചെയ്തോളൂ. എന്റെ ജ്യേഷ്ഠന്റെ പാൻസ് ഇട്ടാ ഞാൻ പോയി. പച്ച പാൻസും കിളിപ്പച്ച ഷർട്ടും ഒരു കോമ്പിനേഷൻ ആയിക്കോട്ടെ, ഞാൻ കുറവ്. അങ്ങനെ ഞാൻ അവിടെ നിന്നു. ധൈര്യത്തിൽ ഇന്ന് ഓർമ്മയുണ്ട്, ഈ ക്യാമ്പിന് തന്നൊരു ബുക്ക് ഉണ്ടായിരുന്നു, ഇങ്ങനെ റൈറ്റിംഗ് പാഡ്. അത് മടക്കി പിടിച്ചു. ഇങ്ങനെ നിൽക്കണം ഞാൻ. മൈക്രോഫോൺ ഒന്നും ഇല്ലേ, പിടിക്കാൻ സാധനമില്ലേ അവിടെ, വീണെങ്കിൽ പിടിക്കാൻ സാധനം വേണ്ട. ഞാൻ ഈ സാധനം പിടിച്ചു, ധൈര്യത്തിന് വേണ്ടി പിടിച്ചതാണ്. ഇന്ന് ഓർമ്മ, ഇപ്പൊ പറയുമ്പോൾ എനിക്ക് ആ രംഗം ഓർമ്മ വരുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചു തന്നു. പ്രിയ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ അതല്ല ഓർമ്മയുണ്ട് എനിക്ക്, അതിപ്പോ ഓർമ്മയുണ്ട്. പിന്നെ മിണ്ടാൻ പറ്റണ്ടേ, ഇവിടെ വരെ എന്തൊക്കെ വരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് വരുന്നില്ല. ആകെ കണ്ണിലേക്ക് ഇരുട്ടി പറഞ്ഞാൽ മരുന്ന്. അപ്പൊ എല്ലാവരും എന്നെ നോക്കണ്ടിരുന്നിട്ട് ഭയങ്കര പുലിയാവും. എവിടെ പുലി? ആകെ കഷ്ടായി. അന്ന് അപ്പത്തെ ഈ പാൻസിന്റെ പ്രത്യേകം എന്താണെങ്കില് കാലുകൾ ഇങ്ങനെ വിറക്കല ഇരുന്നിട്ട്, മുണ്ടാണെങ്കിൽ അറിയില്ല, ഉള്ളിലല്ലേ വിറക്കുള്ളോ. ഇത് ഈ പച്ച പാൻസുകൾ ഇങ്ങനെ വിറക്കല്ലേ. ഞാൻ 3 സെന്റൻസ് തേങ്ങ ഞാൻ നിർത്തി, ഞാൻ റൂമിലേക്ക് ഓടി. പാൻ പൊളിച്ചു പോയി, തേങ്ങാരും മുഴുവൻ സാധനം. ഈ പരിപാടിന് വേണ്ട. ഞാൻ അന്ന് രാത്രി വീഡിയോ തീരുമാനിച്ചു, ഞാൻ എന്നെ കൊണ്ടുപോയി വേണം. എന്റെ ഫ്രണ്ട് ഉണ്ട്, അവനെ ലീഡർ. അതെ, ഞാൻ ഇന്ന് ഇവിടുന്ന് വിടാൻ പോവാ. എന്താ ഈ പരിപാടി കാണാൻ, ഇതിന്റെ ബാക്കി നാളിന്റെ ഇതിന് ബാക്കി നാളിന്റെ പിന്നെ അതിന്റെ അവസ്ഥ ഇന്ന് നാളെ എങ്ങനെയായിരിക്കും. അതെന്റെ സീനിയറാണ്. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു പേഴ്സണാലിറ്റി അദ്ദേഹം. കാരണം അദ്ദേഹം എന്നെ ഇൻസ്പയർ ചെയ്തു, ഇൻഫ്ലുവൻസ് ചെയ്തു അലോട്ട്. അദ്ദേഹമാണ് എന്റെ പബ്ലിക് സ്പീക്കിലെ ടേണിംഗ് പോയിന്റ്. നൗ ഈസ് അഡ്വക്കേറ്റ്, ബിജു കൊണ്ടുള്ള. അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഇദ്ദേഹമാണ്, ബിജു ആണ് പ്രസംഗത്തിന്റെ അധിപൻ. കാരണം നല്ല സ്പീക്കറാണ് ആള്. ഞാനൊക്കെ വളർന്ന സംഘടന KCS-ൽ അതിന്റെ രൂപത പ്രസിഡന്റ്. അപ്പൊ ഈ ബിജു പ്രോഗ്രാമിൽ പങ്കെടുത്ത് പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര കൈയിടുക. നല്ല പ്രസംഗമാണ്, എക്സലന്റ്, ഇൻസ്പയറിംഗ്. അപ്പൊ ഇങ്ങനെ എല്ലാവരും കൈയടിക്കുന്നു, ഇവന് ആരാധന കിട്ടുന്നു, ഷൈൻ ചെയ്യുന്നു. അപ്പൊ നമ്മൾ വളരെ സന്തോഷമായി, നമ്മുടെ സ്കൂളത്തെ പൈനല്ലേ. അപ്പൊ ഞാനൊക്കെ പറയും, ഞങ്ങളുടെ സ്കൂളത്തെ ലീഡർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര സംഭവമല്ലേ. പക്ഷെ ഞങ്ങളോടും പറയാൻ ആൾക്കാർ, ഓ നിങ്ങളുടെ അവിടുത്തെ ലീഡറാണല്ലേ, ഗ്രേറ്റ് സ്പീക്കർ. അപ്പോഴും നമ്മുടെ മനസ്സിലില്ല എന്ത്, ഇതേമാതിരി ആവണമെന്ന്. അവിടെ കൂടെ നിന്നാ മതി, വെറുതെ നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് നിൽക്കണ മാതിരി നമ്മളാള് അതിന്റെ സുഖം ഭയങ്കരല്ലേ. അപ്പോ അദ്ദേഹമായിരുന്നു ഇതിന്റെ ലീഡറായിരുന്നപ്പോ വളരെ കുഴപ്പമില്ല, നീ ഒന്ന് ഉഷാറാവ്, ഒരുപാട് ആശ്വസിപ്പിച്ചു. അങ്ങനെ കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, മോനെ ഒക്കെ നന്നാവും. ഓ താങ്ക് യു സിസ്റ്റേഴ്സ്, വളരെ സ്നേഹത്തില്. അവർക്ക് ആഗ്രഹം നമ്മൾ നന്നാവും തന്നെ ആഗ്രഹം. ഒരു ദിവസം രണ്ടാമത്തെ ദക്ഷിണ പറഞ്ഞ് വേണ മുങ്ങാൻ പറ്റില്ല, ഇവിടുന്ന് ക്യാമ്പിൻ്റെ ഉള്ളിൽ പോയില്ലേ. രണ്ടാമത്തില് വന്ന് അപ്പൊ അതിനിപ്പോ ഒരു സംഭവം ഉണ്ട്, കുറെ ഗെയിംസ് ഒക്കെ ഉണ്ട്, ഐസ് ബ്രേക്കിംഗ്. അത് പിന്നെ നമുക്ക് പറ്റിയ പരിപാടിയാണല്ലോ. ചാട ഓട, ഇതെല്ലാം വേറെ പരിപാടി ഉണ്ടായിട്ടില്ല. മുഴുവൻ നാട്ടിലെ പറമ്പ് ഓടലോട് പണിയായിരുന്നു. വെയിൽ ചാട്ട മനസ്സിലായിണ്ടാവും, ഇതൊക്കെ ആയിരുന്നു പണി. അപ്പൊ അതിൽ എക്സ്പെർട്ട് ആണല്ലോ. അപ്പൊ കുറെ ആക്ടിവിറ്റീസ് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടി എനർജി കിട്ടിയ മാറ്റി തോന്നി. പെട്ടെന്ന് സെഷൻ വന്നു. അപ്പോൾ ജെയിംസ് പി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന ക്ലാസ് എടുത്തു. അതായത് പ്രത്യേകം ഞാൻ മറക്കാൻ പറ്റുന്നത് അതൊക്കെ ഇൻഫ്ലുവൻസ് പറയുന്നത്. ക്ലാസ് വാസ് എക്സലന്റ് ഓൺ പബ്ലിക് സ്പീക്കിംഗ്, ഹൈലി ഇൻസ്പയറിംഗ് ക്ലാസ്. അദ്ദേഹത്തിനൊക്കെ വാക്ക് ചൗധരി ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഞാൻ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുമ്പോൾ ഈ ജെയിംസ് എന്ന് പറയുന്ന ക്ലാസ് എടുത്ത വ്യക്തി അദ്ദേഹം ചെയർമാനായിരുന്നു. ആ വർഷം ചെയർമാൻ എലക്ട് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് ആ യൂണിയൻ മുഴുവൻ നേടിയെടുത്തു എന്നുള്ളതാണ്, സമ്മതിച്ചു കൊടുത്തു. അപ്പൊ എല്ലാവരും പറയും വാട്ട് എ സ്പീക്കർ, ഗ്രേറ്റ് സ്പീക്കർ. അത് സമ്മതിക്കേണ്ടതാണ്. അദ്ദേഹമാണ് ക്ലാസ് എടുത്തത്. ആ ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ എവിടേക്കൊരു സാധനം കിട്ടിയവന് തോന്നി, 2 സെന്റൻസ് പറയാൻ തോന്നി. കാരണം ബിജുവിന്റെ ഇൻസ്ട്രക്ഷനും ആൻഡ് ഇദ്ദേഹത്തിന്റെ ക്ലാസ്സും കേട്ടപ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ വന്നു. അങ്ങനെയാണ് ഞാൻ വാക്കുകൾ കുറച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിച്ചത്. സെക്കൻഡ് ഞാൻ കുറച്ച് സെന്റൻസ് പറഞ്ഞു. പിന്നീട് എവിടെയൊക്കെയോ ഒരു ഫീലിംഗ്, നമ്മൾ എന്തൊക്കെയോ പറയുന്ന വ്യക്തിയാണെന്നുള്ളത്, ആ ഒരു ഫീലിംഗ് ഉള്ളിൽ വന്നു ആ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ. അങ്ങനെ നാട്ടിലെത്തുമ്പോൾ
നമുക്കൊരു റോൾ മോഡൽ വേണമല്ലോ. അപ്പൊ ഞാൻ മിസ്റ്റർ ബിജു കുണ്ടളത്തെ ഞാൻ റോൾ മോഡലാക്കി. ഇതമാതിരി ഞാനാവും. അപ്പൊ ഇദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യുന്നത് എന്റെ പണിയായിരുന്നേ. എങ്ങനെ പറയുന്നു അത് കണ്ടെത്താം. വിന്നേഴ്സിനെ ഫോളോ യെസ് ഓർ നോ, ട്രൂ. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം നന്നായി പ്രസന്റ് ചെയ്യുന്നു, നന്നായി വായിക്കുന്നു. അങ്ങനെയാണ് നല്ല പുസ്തകമൊക്കെ വായിക്കാനുള്ള മനസ്സ് വരുന്നത്. എന്റെ ഫാദറും പറയാതെ വായിക്കണം, അതും ആളും ഇൻസ്പയർ ചെയ്തു. ഇതും എനിക്ക് ഒരു ഇമ്പാക്ട് കിട്ടി. അങ്ങനെ വായനയും ആരംഭിച്ചു. പിന്നീട് പ്രസംഗം എൻ്റെ ഒരു പാഷനായി മാറി. അത് പറയുന്നത് ഫോളോ ദ ഗ്രേറ്റ് സ്പീക്കേഴ്സ്, ഫോളോ ദ വിന്നേഴ്സ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. അപ്പോ നമുക്കൊരു മോഡലിംഗ് കിട്ടണം. ഫസ്റ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിഗിനിങ്ങിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ് നിങ്ങൾ ബോധർ ചെയ്യണ്ട. നിങ്ങൾക്ക് ബിഗിനിങ്ങിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ യു ഫോളോ എ സക്സസ്ഫുൾ പബ്ലിക് സ്പീക്കർ. ഒരാളെ മുന്നിൽ കാണാൻ ഞാൻ ആളെ പോലെ ആവും. ഇതൊക്കെ ഇപ്പൊ ഉണ്ടാവും. കാരണം ഒരു ബിഗിനർക്ക് എന്നുള്ള പെയിൻ ഉണ്ടാവും. ശരിയല്ലേ? ഒരു ബിഗിനർക്ക് എപ്പോഴും എന്തുണ്ട്? പെയിൻ ഉണ്ട്. എക്സ്പേർട്ടിന് അത് പ്രഷറാണ്. ഞാൻ എന്റെ എല്ലാ സ്പീച്ചിലും പറയാറുണ്ട്, an expert was a beginner. A beginner can be an expert. ഇന്ന് തുടങ്ങിയാലും നമ്മൾ എന്താവുള്ളൂ? എക്സ്പെർട്ട് ആവുള്ളൂ. അപ്പൊ ധൈര്യം തുടങ്ങും നിങ്ങൾ. അപ്പൊ പേടിച്ചു മാറ്റി ഒരു കാര്യമില്ല. നെവർ എവർ. നമ്മൾ ഫേസ് ചെയ്താൽ മാത്രമേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇംപ്രസീവ് ബിഗിനിങ്. എന്താണ് ഇംപ്രസീവ് ബിഗിനിങ്? പ്രസന്റേഷനിൽ ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മളൊരു ഓഡിയൻസിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മിനിറ്റ് വളരെ നിർണായകമാണ്. വെരി ക്രൂഷ്യൽ. കാര്യങ്ങൾ അവതരിപ്പിക്കലല്ല ആദ്യത്തെ പരിപാടി. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഓഡിയൻസുമായിട്ടൊരു റാപ്പോ, ഒരു ആത്മബന്ധം ഉണ്ടാക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഒരിക്കലും നിങ്ങൾ മാറ്ററിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി തിക്കും തിരക്കൊന്നും കാണിക്കരുത്. വന്നോടെ സ്പീച്ച് തുടങ്ങി. നോ, ദാറ്റ്സ് റോങ്. ക്രിയേറ്റ് എ റാപ്പോ. അവിടെയാണ് സക്സസ് ആരംഭിക്കുന്നത്. അവിടെ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വോയിസിനോട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളുടെ നിങ്ങളുടെ അപ്പിയറൻസ് അത് ഇംപ്രസീവ് ആയിരിക്കണം. വോയിസ് ഇംപ്രസീവ് ആയിരിക്കണം. നോട്ട് ഇൻ എ ഹറി. തിരക്ക് പിടിച്ച് ആരംഭിക്കരുത്. വോയിസ് കൺട്രോൾ ചെയ്ത് ഓഡിയൻസിനെ നോക്കി അല്പം ഗ്യാപ്പിട്ട് ബിഗിൻ സ്ലോലി വിത്ത് പോസസ്. അങ്ങനെ നിങ്ങൾ ആരംഭിക്കണം. അപ്പൊ ബിഗിൻ ചെയ്യാൻ പല മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൊട്ടേഷൻ ഉപയോഗിച്ച് ആരംഭിക്കാം. മഹാന്മാർ ഉദ്ധരണി. അതിനടുത്തൊരു സംഭവത്തെ ബന്ധപ്പെടുത്തി സംസാരം ആരംഭിക്കാം. സ്റ്റോറിയിൽ ആരംഭിക്കാം. ഒരു കവിതയിൽ ആരംഭിക്കാം. അതിൽ നേരിട്ടൊരു മാറ്റർ പറഞ്ഞ് ആരംഭിക്കാം. ഇതൊക്കെ എങ്ങനെ വേണേ ഓപ്പൺ ചെയ്യുന്നത് അട്രാക്റ്റീവ് ആയിരിക്കണം. ഷുഡ് ബി ക്യാച്ച്. സ്റ്റോറി ആരംഭിച്ചു, പക്ഷെ നിർത്താൻ പറ്റില്ല. അവസാനം ഒഴി നിർത്തിച്ചു മതി. ഇത്ര സ്റ്റോറി ഇഷ്ടം പോലെ ഉണ്ട്. ഈ സ്പീച്ച് വേണ്ട. സ്റ്റോറി ടെല്ലർ, പബ്ലിക് സ്പീക്കർ പോയി. അപ്പോ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ക്യൂരിയോസിറ്റി. അത് വരണം. അവരാണ് ഗ്രേറ്റസ്റ്റ് പബ്ലിക് സ്പീക്കേഴ്സ്. അപ്പോ ഓപ്പണിംഗ് മസ്റ്റ് ബി എക്സലന്റ്. അല്ല വന്നു നിന്നിട്ട് ഞാൻ എന്താ പറയാന്ന് എനിക്ക് തന്നെ മനസ്സിലിച്ചല്ലേ 2 വാക്ക് പറയാം. അതൊക്കെ ഒരു ഓപ്പണിംഗ് ആണ്. ആർക്കോ വേണ്ടി പറയുന്ന മാതിരി വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല മനോഹരമായി ഓപ്പൺ ചെയ്യാൻ പറ്റണം. അപ്പൊ ഫസ്റ്റ് നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെങ്കിൽ മാറ്ററിൽ കിടക്കലല്ല, ശരിക്കും ഇൻ ടു ദ ഹാർട്ട്സ് ഓഫ് ദ ഓഡിയൻസ്. ഓഡിയൻസിന്റെ സദസ്സിന്റെ ഹൃദയങ്ങളിൽ കിടക്കലാണ് ഒരു പബ്ലിക് സ്പീക്കർ. അതിനുള്ള ടിപ്സ് ആദ്യം വേണ്ടത്, സ്റ്റെപ്സ് ആദ്യം വേണ്ടത്. അതിൽ ഏറ്റവും വലിയ സംഭവമാണ് സൈലൻസ്. ഗ്യാപ്പിട്ട് ആരംഭിക്കുക. കാരണം നിങ്ങളൊരു സെന്റൻസ് പറയുമ്പോൾ, ഇപ്പോ ഉദാഹരണത്തിന് ഡിയർ ഫ്രണ്ട്സ് ബ്രേക്ക് ചെയ്യുക. ടുഡേ ഈസ് വണ്ടർഫുൾ ഡേ. ബ്രേക്ക് ചെയ്യുക. We have gathered here for an important program. Another, friends, today is a very important day. We have gathered here for an important program. നിങ്ങൾ അവർ attract the attention of the audience. അപ്പോൾ ഓരോ പ്രാവശ്യം ബ്രേക്ക് ചെയ്യുമ്പോൾ
ഓഡിയൻസിന്റെ പല ഭാഗത്ത് നോക്കുക. ആൻഡ് ടേക്ക് എവ്രിബഡി ഇൻ ടു യുവർ ഹാൻഡ്. അവർ മുഴുവൻ ഇങ്ങനെ കയ്യിലെടുക്കുന്ന ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുക. മേക്ക് ദം ആസ് എ ഹോൾ ഗ്രൂപ്പ് ഇൻ യുവർ ഹാൻഡ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. പലരും അങ്ങനെയല്ല, കുറച്ച് കാര്യം എങ്ങനെ അറിയാം, വേഗം പറയട്ടെ. ഓഡിയൻസിനെ കുറിച്ച് ഒരു ബോധലക്ഷണവും ഇല്ല, കുറച്ച് ഓഡിയൻസിന് അയാളെ കുറിച്ച് ഒരു ബോധലക്ഷണവും ഉണ്ടാവില്ല. ദാറ്റ്സ് എ റോങ് ബിഗിനിങ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. സോ ഇംപ്രസീവ് ബിഗിനിങ് ഉണ്ടായിരിക്കണം. അതെ, വെൽ ബിഗിൻ ഈസ് ഹാഫ് ഡൺ എന്ന് പ്രോബബ്ലി പറയുന്നത്. വെൽ ബിഗിൻ ഈസ് ഹാഫ് ഡൺ. കാരണം ആ ഓപ്പണിംഗ് തന്നെ കയ്യിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ ക്രിക്കറ്റിൽ പറയില്ലേ, ഓപ്പണിംഗ് സ്ലോ ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പണിയുണ്ട്. ആ ഓപ്പണിംഗ് എക്സലന്റ് ആയി പിന്നെ പണി കുറഞ്ഞു പറയില്ലേ. സെയിം ഇൻ പബ്ലിക് സ്പീക്കിംഗ്. വോയിസ് മോഡുലേഷൻ. നിങ്ങളുടെ വോയിസ് പക്ക കൺട്രോൾ ആയിരിക്കണം. അത് ഓഡിയൻസിന്റെ എണ്ണം അനുസരിച്ചിരിക്കണം. ചെറിയ ഓഡിയൻസ് വന്നിട്ട് അലറി സംസാരിക്കരുത്. ആകെ 5 പേരുള്ളൂ സുഹൃത്തുക്കളെ, അവര് വേറെ ആൾക്കാരോട് വന്നിട്ട് ഇതെന്തിനീ ആൾക്കാരെ പേടിപ്പിക്കുന്നേ? അവസാനം അല്ല, ഉറക്കെ പറഞ്ഞ അവസാനം സൗണ്ട് കിട്ടുന്നുണ്ടോ? സുഹൃത്തുക്കളെ സൗണ്ടൊക്കെ പോയി. വന്ന വഴി മുഴുവൻ എനർജി കളഞ്ഞു. ദാറ്റ്സ് എ റോങ് ആസ്പെക്ട്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ഓഡിയൻസിന്റെ ആ എണ്ണ അനുസരിച്ച് വേണം സൗണ്ട് മോഡുലേഷൻ കൊണ്ടുവരാൻ. തുടക്കത്തിൽ എപ്പോഴും ലോ വോയിസ് ആരംഭിക്കാൻ നല്ലത്. കാരണം പിന്നെ എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ലോ വോയിസ് ആദ്യം ആരംഭിക്കാം മിക്ക ആൾക്കാരും. അൺലെസ് ഇറ്റ്സ് എ മോട്ടിവേഷൻ സ്പീച്ച്. അതിൽ പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞ് തുടങ്ങാം. നോർമൽ പബ്ലിക് സ്പീക്കിങ്ങിൽ, ഒരു ഫോർമൽ പബ്ലിക് സ്പീക്കിങ്ങിൽ ആരംഭിക്കുക എങ്ങനെയായിരിക്കും? സ്ലോ, ലോ വോയിസ്. പിന്നെ പതുക്കെ അതിങ്ങോട്ട് നമുക്ക് ഉയർത്തി കൊണ്ടുവരാം, നോ ഡൗട്ട്. അതിൽ വലിയൊരു പ്രതിഭയല്ല സുകുമാഴിക്കോട്. പ്രൊഫസർ സുകുമാഴിക്കോട് ഭയങ്കരമാണ് ആ കാര്യത്തിൽ. വളരെ സ്ലോയിൽ ആരംഭിക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ സംസാരത്തിൽ നമ്മളിങ്ങനെ ഇരുന്ന് പോകും. ഞാനൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സ്പീച്ച് ഇങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട്. ഇത് നമ്മളറിയില്ല എവിടേക്ക് എന്നുള്ളത്. വാട്ട് ഇസ് ദാറ്റ്? അതാണ് പവർ ഓഫ് വോയിസ് കൺട്രോൾ. വോയിസിന്റെ കളി സമ്മതിച്ചു കൊടുക്കും. അതിങ്ങനെ ഒരു ഫ്ലോ ആണ്, പിന്നെ മാഗ്നറ്റിക്. അപ്പോ പെട്ടെന്ന് ഓടി ചാടി ഒന്നും സംസാരിക്കരുത്. മേക്ക് എ ഫ്ലോ, റിതം. വോയിസ് ആ റിതം ഉണ്ടല്ലോ നമ്മുടെ, റൈസ് ചെയ്യണം, ഇടയ്ക്ക് ഫാൾ ചെയ്യണം, ഇടയ്ക്ക് ഫ്ലാറ്റ് ആവണം. ഇത് ഒരേപോലെ പറഞ്ഞ എന്താ സ്ഥിതി? സംഗീതത്തിന്റെ ഭംഗി എന്താ? 1000 പാസുകൾ നമുക്കും പാടാൻ പറ്റും. ദാസിന് മാത്രമേ പറ്റുള്ളൂ. ഞാൻ പാടി കാണിച്ചു തരാം. അതിന് വേറെ പാട്ടിന് പേര് കൊടുക്കില്ല. സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന നടത്തി സാറ്. അപ്പൊ അവിടെ എന്താ പറയുന്നത്? നമ്മൾ സംഗതി പോയി എന്ന് പറയുന്നില്ല. അത് മനസ്സിലായില്ല. സംഗതി അതന്നെ ശരത്ത് പറയുന്നില്ലേ, സംഗതി പോയിന്ന്. ഇതന്നെയാണ് ആ റൈസിങ് ആൻഡ് ഫാളിങ്. അതെന്തായിരിക്കണം? അതിന്റെ ബ്യൂട്ടി. അത് വോയിസ് മോഡ്. അത് നമ്മുടെ പാഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. അത് വരും നമുക്ക് ശരിക്കും. വെൻ യു ഇൻവോൾവ് ഇൻ യുവർ സ്പീച്ച്, അത് ഓട്ടോമാറ്റിക് ഇങ്ങനെ ആ വോളിയം കൺട്രോൾ ഒക്കെ വരും. അപ്പോൾ വോയിസ് മോഡുലേഷന് ഒന്ന് വോളിയം, എത്രമാത്രം വോളിയം സംസാരിക്കണം, അത് കോമൺ സെൻസ് വിട്ടത് അങ്ങനെ പറയാം ഞങ്ങളത്. അതുമാതിരി പിച്ച്, അതിന്റെ സ്പീഡ് എത്രയായിരിക്കണം, എത്ര സ്പീഡിൽ, എത്ര ഉയർത്തി, അതൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഒബ്സർവിന്റെ കാര്യങ്ങളാണ്. അത് നമ്മൾ അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറയാം. സ്പീച്ച് റെക്കോർഡ് ആൻഡ് ലിസൺ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത്ര സൗണ്ട് എടുക്കേണ്ടിയിരുന്നില്ല. ചില സ്പീച്ചിൽ അട്ടഹാസമാര്, അത് പാടില്ല. ചില വോയിസ് പതിഞ്ഞിരിക്കും. ഇങ്ങനെ സംസാരിക്കും സുഹൃത്തുക്കളെ, ഒരേപോലെ പറഞ്ഞു. See, you are alive on the stage, not dead. You're dead person പോലെ സംസാരിക്കുക. You are alive on the stage. Show that you are alive. നിങ്ങൾ സ്റ്റേജുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് തോന്നണ്ടേ? ആ തോന്നൽ വരുന്ന വോയിസ് കൺട്രോൾ ആണ്. പ്ലീസ്, അതുകൊണ്ട് വളരെ കോൺഷ്യസ് ആയിരിക്കണം about your voice modulation, please. Pauses and punching. Pauses. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തില്ലേ? നമ്മൾ എവിടെയൊക്കെയാണോ പ്രത്യേകിച്ചൊരു ഫോഴ്സ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആഗ്രഹിക്കുന്നത്, അവിടെ പോസസും പഞ്ചിങ്ങും വരും. അതിന്ന് ഓർക്കുന്നുണ്ട്, ഒരാള് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോ
മറ്റൊരാളെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ അതിൽ ഓപ്പോസിറ്റ് പറയുന്നത്. ഇതാവും പ്രസംഗം തുടങ്ങി മറ്റാളെ നെഗറ്റീവ് മുഴുവൻ പറയണ. എക്സ്ട്രീമെത്തി I don't like this personality because എന്ന് പറഞ്ഞു. ബ്ലോക്കായി. ഇയാൾക്ക് എന്താ പറയുന്നത് എനിക്ക് ഐഡിയ ഇല്ല. ബിക്കോസ് നിന്ന് പോയി കുറച്ചു നേരം. കുറച്ചു നേരം പറഞ്ഞു because I don't like his policy. അതൊക്കെ പറഞ്ഞു. സ്പീച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരെന്ന് പറഞ്ഞു സ്പീച്ച് അതിഗംഭീരമായിരുന്നു. താങ്ക് യു. പ്രത്യേകിച്ച് സാർ ഒരു നിർത്തില്ലേ, ബിക്കോസ് നിർത്തിയില്ലേ, ഞങ്ങളൊക്കെ ശരിക്കും ആകെ വയർത്തുപോയി. കാരണം ഇനി എന്താ സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതന്നെയായിരുന്നു എന്റെ അവസ്ഥ. അതന്നെയായിരുന്നു എന്റെയും. ഇനി എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ലായിരുന്നു എന്ന്. വന്നാള് പഠിച്ചു എന്ത്, ഈ പോസ്റ്റിങ്ങിന്റെ പാസ് എവിടെ വെച്ച് നിർത്തുക, ആ ഒരു ഗ്യാപ്പ് കൊടുക്കില്ലേ, അതിന്റെ ഇമ്പാക്ട് ഉണ്ട്. നിങ്ങള് ആൾക്കാർ അങ്ങനെയായി പോയിന്ന്. പിന്നെ ലോങ് പോസ്റ്റ് കൊടുക്കരുത്. പിന്നെ അവര് ഫില്ല് ചെയ്യും. സാറ് ബാക്കി ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് നിൽക്കണ് അന്ന് അത് പറയും, ഓ അന്നൊന്നും ഉണ്ടായില്ല സാർ, താങ്ക് യു. അവരെ കൊണ്ട് ഫില്ല് ചെയ്യിക്കരുത്. യു അണ്ടർസ്റ്റാൻഡ്. പിന്നെ പഞ്ചിങ് എന്താണ്? അതല്ല, നിങ്ങൾ ഏത് വാക്കിനാണ് നിങ്ങൾ നോക്കിയാൽ. ഇപ്പോ ഒരു സെന്റൻസ്, ദിസ് ബുക്ക് ഈസ് മൈൻ, ദിസ് ബുക്ക് ഈസ് മൈൻ എന്ന് പറയാണ്. ദിസ് ബുക്ക് ഈസ് മൈൻ, ദിസ് ബുക്ക് ഈസ് മൈൻ. എവിടെ പവർ കൊടുത്ത്? ദിസ്. ഇത് എന്റെ പുസ്തകം അല്ലേ? ദിസ് മറ്റു പുസ്തകമല്ല, ദിസ്. ഇനി ദിസ് ബുക്ക് ഈസ് മൈൻ. അവിടെ പല സാധനങ്ങളുണ്ട്, പക്ഷെ ബുക്കാണ് എന്റെ. ബുക്ക് ഈസ് മൈൻ, പുസ്തകം എന്റെ ആണ്. അവിടെ പല വേറെ ഐറ്റംസ് ഉണ്ടെന്ന്. ദ ബുക്ക് ഈസ് മൈൻ, ദ ബുക്ക് ഈസ് മൈൻ. ഇപ്പോഴും എന്റെ എന്നർത്ഥല്ലേ? ദ ബുക്ക് ഈസ് മൈൻ, അതെന്റെ ആണ് ഇപ്പോഴും, അറ്റ് പ്രസന്റ്. ദ ബുക്ക് ഈസ് മൈൻ എന്റെ അർത്ഥം എന്താ? അത് എന്റെ ആടാ. വ്യത്യാസമുണ്ട്. നിങ്ങള് ആ പഞ്ചിങ് മാറുമ്പോ അതിന്റെ സെൻസ് മാറും. അപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോ ഏത് വേർഡിനാണ് അല്ലെങ്കിൽ ഏത് ആശയത്തിനാണ് ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അവിടെ പഞ്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾ പറയണത് വിഷൻ 21. വിഷൻ ആൾക്കാർക്ക് അച്ഛനെ കുറിച്ച് പറയണ്. ഇവിടെ അച്ഛനാണ്. അതുകൊണ്ട് മോനാന്നൊക്കെ പോസ്റ്റിങ്ങും വന്നു. ശരിയല്ലേ? പോസ്റ്റിങ്ങും വന്നു. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലേ? അതിൽ പോയില്ലോ. ശരിയല്ലേ? അവിടെ എങ്ങനെയാ പറയണ്ടേ? ദിസ് ഈസ് മൈ ഫാദർ എന്ന് പറഞ്ഞൊരു ഫീലിംഗ്, ആ പാഷൻ പറയാനുണ്ട്. ആന്റണി റോബിൻസിന്റെ സംസാരത്തില്, അതായത് പ്രസന്റേഷനില് ആ പാഷൻ ഭയങ്കര. എന്താണ് പാഷൻ? നമുക്ക് അതിലെ ടോക്ക് എൻഡിന് വരെ നമ്മൾ പാഷനറ്റ് ആവും. നിങ്ങൾ നിർത്തോളൂ നമ്മള്. അതൊരു വലിയ കഴിവല്ലേ? കഴിവല്ല, പാഷനാണ്. നിങ്ങൾക്ക് പാഷൻ ഉണ്ടാവണം. ഓർത്താ മതി ഐ ലവ് യു എങ്ങനെ പറഞ്ഞു എന്നുള്ളത്. ശരിക്കും ഇഷ്ടപ്പെട്ടപ്പോ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ഐ ലവ് യു നീ എങ്ങനെ സ്നേഹിക്കുന്നു. അപ്പൊ അതിലെന്താ പോയത്? പാഷൻ പോയില്ലേ? വേർഡ്സ് ഉണ്ടല്ലോ, ചെന്ന് പോയി പാഷൻ. അപ്പോ നിങ്ങൾ എവിടെയാണ് പഞ്ച് ചെയ്യേണ്ടത് നിങ്ങൾ തീരുമാനിക്കണം. ഈ ആശയം അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവുണ്ടോ? യെസ് ഓർ നോ? ട്രൂ. പാഷനെ ജസ്റ്റേഴ്സ്, ആംഗ്യ പ്രകടനങ്ങൾ, അംഗവിക്ഷേപം, ജസ്റ്റേഴ്സ്. നമ്മുടെ ഈ കൈയൊക്കെ കൃത്യമായി ഉപയോഗിക്കുമ്പോൾ ഹാൻഡ്സിന്റെ ഉപയോഗങ്ങൾ ശ്രദ്ധിക്കണം. ഫിംഗേഴ്സ് വളരെ ശ്രദ്ധിക്കണം. കാരണം ഇറ്റ് ഗീവ്സ് ലോട്ട് ഓഫ് മീനിങ്.
ഞാൻ എഴുന്നേൽക്കാൻ പറഞ്ഞില്ലല്ലോ ജയ. ഇപ്പൊ ജയൻജി എങ്ങനെ എഴുന്നേറ്റ്? ഞാൻ വെറുതെ കാണിച്ചതാ. എനിക്ക് ഇവിടെ ഒന്ന് പ്രശ്നം വെറുതെ കാണിച്ചതാ. ഞാൻ ജയനെ നോക്കി. അപ്പൊ ജയൻജിനെ ഞാൻ ഇങ്ങനെ കൈ കാണിച്ചപ്പോ ജയൻജിക്ക് എന്ത് തോന്നി? ഇത് ഉള്ളിലുണ്ട്, ഇത് ഇങ്ങനെയാണുള്ളത്. ശരിയല്ലേ? കാണിച്ചപ്പോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ? ഇത് പ്രത്യേകിച്ച് ഒരു ഭാഷയുടെ ആവശ്യമില്ല. ശരിയല്ലേ? ഇറ്റ്സ് എ മാറ്റർ ഓഫ് ബോഡി ലാംഗ്വേജ്. കമ്മ്യൂണിക്കേഷൻ പറയില്ലേ 60% ബോഡി ലാംഗ്വേജ്, 30% ടോൺ, 10% വേർഡ് എന്ന് പറയുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? 60 ബോഡി ലാംഗ്വേജ് വരും, 30 ടോൺ ആൻഡ് ഓൺലി അറൌണ്ട് 10 എത്ര വരുന്നത്? റഫ്ലി സ്പീക്കിംഗ്. അപ്പോ അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ നിങ്ങളോട് പറയാണ്, അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി ഒന്ന് പറയാണ്, ഞാൻ ഇന്നലെ ഒരു മനുഷ്യനെ കണ്ടു, എത്ര വലിയ മനുഷ്യന്ന് പറയൂ, കണ്ടു ഇങ്ങനെ ആരെങ്കിലും പറയൂ? അതെന്തത്? ഈ സാധനം അവിടെ വരില്ലേ? ശരിയല്ലേ? അതെങ്ങനെ? അതങ്ങനെയാണ്. ഡു ആസ് ഐ സേ. ഞാൻ പറഞ്ഞ നിങ്ങൾ ചെയ്ത് എന്താ? വലത് ഇങ്ങനെ പിടിച്ച വലതേ പിടിക്കുക. പറഞ്ഞു റൈസ് യുവർ ഇൻഡെക്സ് ഫിംഗർ. ചിലര് മാത്രമേ എന്താ ഇത് കാണിച്ചല്ല ഒരു. ഞാൻ ഇൻഡെക്സ് ഫിംഗർ എന്നാ പറഞ്ഞത്. എല്ലാവരും എന്താ ഭംഗി? ഞാൻ പറഞ്ഞ പോലെ ചെയ്യാനല്ല പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ കാണിച്ച പോലെ നിങ്ങളിത് എന്താ കാണിച്ചത്? അല്ല സാറ് നില കാണിച്ചത്. അപ്പൊ നിങ്ങൾ പറയും വിഷ്വൽ. എന്താണ് വിഷ്വൽ? എന്താ കാണുന്നതിന്റെ ഇമ്പാക്ട്? കേൾക്കുന്നൊക്കെ പവർഫുൾ ആണ്, കാണുന്നത്. കാരണം കണ്ടു പെട്ടെന്ന് കയറിയത്. ഇവിടെ കണ്ണാണ് ആദ്യം പോവുക, പിന്നെയാണ് ചെവി വരുള്ളൂ. റൈറ്റ്? അപ്പൊ എപ്പോഴും നമ്മുടെ ജസ്റ്റേഴ്സ്, ഇത് നമ്മൾ ചെയ്യുന്ന ജസ്റ്റേഴ്സ് പ്രത്യേകത എപ്പോഴും ഈ പാമില്ലേ, ഉള്ളം കൈ, ഈ ഉൾഭാഗം ഉണ്ടല്ലോ, ഇതാണ് കൂടുതൽ ടോക്കിൽ വരുമ്പോൾ വന്നെന്താ പ്രത്യേകത പറയാം. ഇത് നമ്മൾ സാധാരണ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ്? 80% ഉൾഭാഗം പുറത്തു വന്നാൽ ഇത് ഓണസ്റ്റി, ഇന്റഗ്രിറ്റി, ഐ ആം ട്രൂ ടു മൈ സെൽഫ്. ഇതാണ് കൂടുതൽ വരുന്നതെങ്കിൽ 80 ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവുക. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ആ സംസാരിക്കുമ്പോൾ. അനുഗ്രഹിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നത് ഇങ്ങനെ വെച്ചുകൂടെ? ഇത് ഹാർട്ടുമായി ബന്ധപ്പെട്ടെന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെ അനുഗ്രഹിക്കുക. കാരണം നിങ്ങൾ നല്ല കുട്ടിയാവട്ടെ, ഇങ്ങനെ വെച്ചാൽ നല്ല കുട്ടി തന്നെ. ഹലോ, അതാണ് ബേസിക് സാധനം. അപ്പൊ ഓരോ ചലനങ്ങളും വളരെ മീനിങ്ഫുൾ ആണ്, വെരി മീനിങ്ഫുൾ. അപ്പൊ നമ്മുടെ ജസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കും? എപ്പോഴും ഒരേപോലെ കാണിക്കരുത്. വൈഡ് വെറൈറ്റി ഓഫ് ജസ്റ്റേഴ്സ് വരണം. വൈഡ് വെറൈറ്റി ഓഫ് ജസ്റ്റേഴ്സ്. അത് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പെൺകുട്ടി സ്പീച്ച് നടത്തിയാണ്. ഞാനൊരു സ്പീച്ച് കൊടുത്തു എഡ്യൂക്കേഷനെ കുറിച്ചിട്ട്. കുട്ടി പറഞ്ഞ സ്റ്റൈൽ എന്നറിയാം. ഓൺ ദിസ് മൊമെന്റ് ഒക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ തോട്ട്സ്. ഞാൻ പറഞ്ഞാൽ പൂവാണെങ്കിൽ ഇഷ്ടം പോലെ പൂട്ടുള്ളൂ. ഇതല്ലേ പരിപാടി? ഇതെന്താണ്? വേറൊരു പയ്യൻ അവ അക്രമാക്കി, അവൻ വെടിപ്പെടുത്തിയ ഓൺ ദിസ് മൊമെന്റ് ഒക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ തോട്ട്സ്. അതാ നീ ഇങ്ങോട്ട് വെടിവെച്ചറാ. ഇതിന്റെ കുറവ് വേണ്ട. യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ഒരേപോലെ ഉണ്ടെന്നേ. ഒരാൾ സംസാരിക്കുന്നത് മാത്രം ഓൺ ദിസ് മൊമെന്റ് ഒക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ്. ഇതെന്ത് പരിപാടിയാന്ന്? നിങ്ങൾ ഒരേപോലെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പിന്നെ അവിടെ നോക്കിക്കൊണ്ടിരിക്കും. ഇതല്ലേ? ഒരാൾ സംസാരിക്കും മൂക്ക് മാത്രം ഓൺ ദിസ് മൊമെന്റ് ഒക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ തോട്ട്സ് ഓൺ. അതിനെടുത്തിട്ട് കുഴപ്പമില്ല. പിന്നെ അവ എവിടെയൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. പോയാ. അപ്പോ ശ്രദ്ധിക്കുക, ഒരേ ടൈപ്പിൽ നിങ്ങൾ കൈയും കാലും കാണിക്കണം. പിന്നെ ഭയങ്കര സ്പീഡ് പാടില്ലേ? ഭയങ്കര സ്പീഡ്. ഇങ്ങനെ ഏത് ഡാൻസ് ഒന്നുമല്ല, ഇത് ഡാൻസ് ഒന്നല്ല പ്ലീസ്. അതുകൊണ്ട് നിങ്ങളുടെ വേർഡ്സ് ഒപ്പം തന്നെ സാധനം പോകണം. റൈറ്റ്? മൂവ്മെന്റ്. പിന്നെ ഒരിക്കലും വേസ്റ്റിന് താഴെ കയ്യിൽ ആക്ഷൻ എടുക്കരുത്. ഓൺ ദിസ് സുഹൃത്തുക്കളെ, ഈ കാണുന്ന ലോകത്ത് വളരെ മാറ്റം ഉണ്ടാകുവാൻ ഇവിടുന്ന് കൈ പൊന്തിക്കില്ല, ഈ മനുഷ്യൻ പൊന്തിക്കില്ല. പിന്നെ മുഖത്തിനും ഫേസിന്റെ ഫ്രണ്ടിലധികം കാണിക്കരുത്. ഞങ്ങളുടെ സന്തോഷമാണ്, ഈ ലോകത്ത് ഒരുപാട് മാറ്റം ഞാൻ കണ്ടുനോക്കി തന്നെയാണ്. ഈ ഒന്നും കാണില്ല, കണ്ടുനോക്കി നിങ്ങളൊക്കെ ഇനി കാണും. അപ്പൊ പ്രസന്റേഷൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ ബ്യൂട്ടി ഓഫ് പ്രസന്റേഷൻ വരണം. അപ്പൊ നമ്മുടെ എന്താ പറയാ വേർഡ്സും നമ്മുടെ ആശയവുമായി ബന്ധപ്പെട്ട രീതിയിൽ നമ്മുടെ ജസ്റ്റേഴ്സ് കൃത്യമായിട്ട് വരണം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ.
ഇമോഷണൽ ടച്ച്. എന്താണ് ഇമോഷണൽ ടച്ച്? ഇമോഷൻ. സാധാരണ ഇപ്പൊ ന്യൂസ് വായിക്കുന്നവർക്ക് ഇമോഷൻ കാണിക്കാൻ പറ്റില്ല. ഇന്ത്യ തോറ്റു കളിക്കാൻ ഒരു കളിയില്ലേ, എന്ത് ഹെഡ്ലൈൻ ഇന്ത്യ ഫെയിൽഡ് ഇൻ ദി ക്രിക്കറ്റ്, അങ്ങനെ വായിക്കാൻ പറ്റുമോ? ആള് ന്യൂട്രലാണ്, ശരിയല്ലേ? ജഡ്ജിന് പ്രൊനൗൺസ് ചെയ്യുന്ന ജഡ്ജ്മെന്റ് എങ്ങനെയാ? യു ആർ ഗോയിങ് ടു സെന്റൻസ് ഡെത്ത്, യു നോ. ജഡ്ജിമാർക്ക് പറ്റുന്നത് അവർക്കൊന്നും ഇമോഷൻ അറിയാൻ പറ്റില്ല. പബ്ലിക് സ്പീക്കർ വിത്ത് ഇമോഷൻ, അത് ഓവർ ആവരുന്ന് മാത്രമല്ലോ, പക്ഷെ ഇമോഷൻ വരണം. യു ആർ അഡ്രസ്സിങ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് ഇമോഷൻ. ഡാനിയൽ കോൾമാന്റെ ബുക്ക് ഉണ്ടല്ലോ, ഇമോഷണൽ ഇന്റലിജൻസ്, പറ്റിക വായിച്ചു നോക്ക്. ഇമോഷണൽ ഇന്റലിജൻസ്, മാൻ ഈസ് എൻ ഇമോഷണൽ ബീയിങ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം പെട്ടെന്ന് ഫീൽ ചെയ്യാൻ മനസ്സിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ടോക്കിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള ആവേശമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. കാരണം അത് നെഗറ്റീവ് പോയി അവർ നെഗറ്റീവ് കിടക്കുന്നത്, പോസിറ്റീവ് പോസിറ്റീവ്. അപ്പൊ വിത്തൗട്ട് ഇമോഷൻ ഡോണ്ട് ടോക്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇമ്പാക്ട് അവിടെ കിട്ടും. അപ്പൊ ഇമോഷണൽ ടച്ച് ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ പാഷൻ. റെട്രിക് ക്വസ്റ്റ്യൻസ്. എന്താണ് റെട്രിക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ? പ്രസംഗങ്ങളിൽ പ്രസംഗർ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ പ്രസംഗം കേൾക്കുമ്പോൾ അങ്ങനെ ചോദിച്ചിട്ടില്ലേ? 2 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചത്? ഓഡിയൻസ് അല്ലെ എനിക്ക് ഉത്തരം. സാർ ഞാൻ പറയുന്ന ആരും എനിക്ക് പറയൂ. സാർ ഞാനിപ്പോ എനിക്കറിയാം 2 വർഷം ഒരു നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്നെ ചോദിക്കുന്നത് 2 വർഷം എന്താണ് ഇവിടെ സംഭവിച്ചത് ചോദിക്കുമ്പോ ഓഡിയൻസ് ആലോചിക്കുക എന്താ സംഭവിച്ചത്. പിന്നെ അതാണല്ലേ ഇവിടെ ഓഡിയൻസ് ആരെയും എടുക്കാൻ പോകണമെന്നില്ല. നമ്മൾ ചോദിക്കും, നമ്മൾ തന്നെ ഉത്തരം പറയാം. ആ സിസ്റ്റം എടുക്കണം. ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പൻ ഉത്തരം പറയരുത്. എന്തുകൊണ്ട് സംഭവിച്ചത് എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട വല്ല ആവശ്യം എന്താ? ചോദ്യം ചോദിച്ചു നിർത്തണം. വർഷങ്ങൾക്ക് ഇവിടെ എന്ത് സംഭവിച്ചു നിർത്ത അല്ലേ നോക്ക. ആ ഉത്തരം ആൾക്കാരുണ്ടാവും. ഈ വിൻസ്റ്റൺ ചർച്ചിലോട് ചോദിച്ചേ നല്ല രാഷ്ട്രീയക്കാരൻ അവൻ എന്താ വേണ്ടെന്ന് ചോദിച്ചു. ചർച്ചിൽ പറഞ്ഞു ഒന്നുമില്ല. എന്തെങ്കിലും സംഭവിക്കാമെന്ന കാര്യം മുൻകൂട്ടി പ്രവചിക്കുക, മുൻകൂട്ടി പറയാ. അത് സംഭവിച്ചില്ലെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചതെന്ന് ആൾക്കാർ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ യു ആർ ദ ഗ്രേറ്റസ്റ്റ് പൊളിറ്റീഷ്യൻ ഇൻ ദ വേൾഡ്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത് ഇങ്ങനെ ഒരു സാധനം സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ആൾക്കാർ ഇരിക്കും. അത് സംഭവിച്ചില്ലല്ലോ, ഇന്ന കാണുന്നത് അത് ശരിയാ, ഞാൻ അടുത്ത കാര്യം പറയാ. അപ്പൊ അതിന്റെ അർത്ഥം അറിയാ, കൺവിൻസിംഗ് എന്ന അർത്ഥം അല്ലേ? പവർ ഓഫ്. നമ്മൾ അവര് വരാൻ പോകുന്ന കാര്യം ആകാശം നിർത്തി, പിന്നെ അവരെന്ത് ചെയ്തു? കൺവിൻസ് ചെയ്തു. അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്, അർത്ഥ പ്രസന്റേഷൻ ആണ് ശരിക്കും അത്. ട്രൂ. അപ്പൊ ചോദ്യങ്ങള് ചോദിക്കണം. അറിയാത്ത ചോദ്യം ചോദിക്കരുത് കേട്ടാ. എന്താണ് സംഭവിച്ചത്? എന്തിനു സംഭവിച്ച? അപ്പൊ അത് ഉത്തരഞ്ഞിട്ട് ചോദ്യങ്ങള് ഇപ്പൊ ആവേശം ചോദിച്ചു പോയി ബുദ്ധിമുട്ടായി, മറന്നുപോയി ബുദ്ധിമുട്ടായി. അതുകൊണ്ട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരങ്ങളും അറിഞ്ഞിരിക്കണം. സെൻസ് ഓഫ് ഹ്യൂമർ. ചില ആൾക്കാരിൽ ഭയങ്കര കഴിവാണ്. ബെർണാഡ് ഷാക്ക് വലിയ മനുഷ്യനല്ലേ? സെൻസ് ഓഫ് ഹ്യൂമറിന്റെ അധിപന്മാരവരൊക്കെ കുലപതികളാണ്. പ്രസംഗത്തിൽ സെൻസ് ഓഫ് ഹ്യൂമർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെങ്കിൽ അത് സഭ്യമായത് മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒരു ലോ ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്യുക. നല്ല നല്ല ഫലിതങ്ങൾ പറയുന്നത്. കാരണം ജനങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് വന്ന പെട്ടെന്ന് അവർ നമ്മളുമായി റിലേഷൻ ക്രിയേറ്റ് ചെയ്യും. സെൻസ് ഓഫ് ഹ്യൂമർ നമ്മൾ മാത്രം ചിരിക്കരുത്. ഓഡിയൻസ് അപ്പോൾ സീരിയസ് സെൻസ് ഓഫ് ഹ്യൂമർ ആണോ പറഞ്ഞത്, അങ്ങനെ വരരുത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമുണ്ട്. ഇത് അല്ല ഇത് മാറ്റർ എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സാർ ഈ സെൻസ് ഓഫ് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ ചോദിച്ചു. വളരെ സിമ്പിൾ ആണിത്. അതിന് സീക്രട്ട് പറഞ്ഞുതരാം. ഒരാള് ഒന്ന് ഷൈൻ ചെയ്യാൻ നോക്കി ഞാൻ ആൾക്കാരുടെ മുമ്പില്, പെട്ടെന്ന് ആൾ കാലൊരു വഴുതി വീണു. അപ്പൊ നമ്മളൊക്കെ ചിരിക്കില്ലേ? നോർമലി സംഭവിക്കുന്ന കാര്യമല്ലേ? ഇത് ഒരാള് പെട്ടെന്ന് വീണു, ഷൈൻ ചെയ്യാൻ നോക്കിയാണ് അയാള്. അപ്പൊ നമ്മൾ ചിരിക്കും. എന്താ കാരണം? അയാള് വീണു. നിങ്ങൾ ചിരിക്കുവോ?
നിങ്ങൾ ചിരിക്കൂ? വീണ ആൾക്ക് എന്താ ഫീലിംഗ്? ശരിയല്ലേ? കണ്ടവർക്ക് ശരിയല്ലേ? അപ്പോ അയാൾക്ക് അബദ്ധം പറ്റിയപ്പോ നമ്മള് മറ്റാൾക്ക് അബദ്ധം പറ്റുമ്പോഴാണ് നമ്മള് ചിരിക്കുക. ശരിയല്ലേ? ഇത് നോർമൽ ഹ്യൂമൻ ബീയിങ് നേച്ചറാണ്. മറ്റാൾക്ക് അബദ്ധം പറ്റിയാൽ നമ്മൾ ചിരിക്കലെ പലരും പോയി പറയും ചെയ്യും. ശരിയല്ലേ? അവനിങ്ങനെ പറ്റില്ല പാവം. ചിലർ നോട്ടീസ് പ്രിന്റിംഗ് ഷോപ്പാണ്, മോർണിംഗ് എഡിഷൻ, ഈവനിങ് എഡിഷൻ, ഫുൾ ടൈം എഡിഷൻ പോട്ടെ. മറ്റാൾ വീഴുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്, അയാൾക്ക് അബദ്ധം ഹാപ്പി ആവുന്നത്. അപ്പൊ യൂന് പറ്റുമ്പോഴാണ് നമ്മൾ അയ്യാണ്, നമ്മൾ അയ്യാണ്. അപ്പൊ യൂന് പറ്റുമ്പോ, മറ്റാൾക്ക് പറ്റുമ്പോ, നിങ്ങൾക്ക് പറ്റുമ്പോ ഞാൻ ഹാപ്പി ആവണം. റൈറ്റ്? യു വീണ ആള്, ഐ കണ്ട ആള്. ഓക്കെ, ഇനി നിങ്ങള് ഓഡിയൻസ് വരാം. ഓഡിയൻസിന് ആൾക്കാരുണ്ടല്ലോ, ഓഡിയൻസ് ആയിട്ട്. അവരുടെ യു ആരാണ്? സ്പീക്കർ അല്ലേ? ഹലോ, ഓഡിയൻസിന്റെ യു ആരാണ്? അപ്പൊ ഓഡിയൻസ് എപ്പോഴും ചിരിക്കുക. യുവിന് എന്തിന് ഈ ഐക്കെന്തിന് ഇവിടെ കണക്ക് പറ്റുമ്പോഴല്ലേ? കാര്യം ഫോളോ മീ. ഓഡിയൻസ് ചിരിക്കുക എപ്പോഴായിരിക്കും? അവരെ മുമ്പില് സ്പീക്കറാണ് യു. അപ്പൊ ഈ സ്പീക്കർക്ക് എന്തെങ്കിലും പറ്റുമ്പോ അപ്പൊ സ്പീക്കേഴ്സ് കൂടുതലും അവർക്ക് പറ്റിയ അബദ്ധങ്ങളാണ് കൂടുതൽ പറയുക. മനസ്സിലായ? അപ്പൊ ഓഡിയൻസോ പാവ, അയാൾക്ക് പറ്റിയില്ല, പിടികിട്ടിയോ? അത് റെഡി. ദാറ്റ്സ് റൈറ്റ്. ഇപ്പഴാ മാഷേ ഇപ്പഴാ പിടുത്തം കിട്ടിയേ. ഇന്ന് പോയിട്ട് കുറെ അബദ്ധം ചെയ്ത് നാളെ പറയണ്ടല്ലേ? ഇന്ന് പോയിട്ട് കുറെ അബദ്ധങ്ങൾ പറയട്ടെ. എന്തിനാ പറയണേ? പാസ്റ്റ് ആലോചിച്ചാൽ മതിയില്ലേ? അച്ഛൻ വരെ നമ്മളെ മൊത്തം എന്താ പറഞ്ഞ ഒരു അബദ്ധം പറ്റി. സെൻസ് ഓഫ് ഹ്യൂമർ അങ്ങനെയാണ് അവതരിപ്പിക്കുക. പിന്നെ മഹാന്മാർക്ക് പറ്റിയത്. അപ്പൊ മഹാന്മാരെ വിറ്റുകൾ പറയുമ്പോൾ എന്താ അവർക്ക് പറ്റി? വലിയ ആളുകൾക്ക് പറ്റിയപ്പോൾ നമ്മൾ ഹാപ്പിയായി. കാരണം എന്താ? വലിയ ആൾക്കത് നമ്മുടെ കാര്യം പോട്ടെ, അയാൾക്കത് നമ്മൾ ഹാപ്പിയായി. ഇത് മറ്റുള്ളവർക്ക് പറ്റുമ്പോൾ നമ്മൾ ഹാപ്പി ആവണേ. ദാറ്റ്സ് ബേസിക് തിങ്. സംഭവ കഥകൾ, അനക്ഡോട്ട്സ്, റീസൺ ഇൻസിഡൻസ്, അടുത്ത സംഭവങ്ങൾ ഓർ ഈവൻസ്. അപ്പോ സംഭവിച്ച കഥകൾ അല്ലെങ്കിൽ ഈ അടുത്ത് സംഭവിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ബന്ധപ്പെടുത്തി പറയാൻ ഒരു സ്പീക്കർ ശ്രമിക്കണം. കാരണം അതൊക്കെ ഇതിന് ഇറ്റ് ആഡ്സ് വാല്യൂ ടു ദ സ്പീച്ച്. സ്പീച്ച് ഭംഗിയായി മാറുന്നു പറയില്ല നമ്മള്. അതൊക്കെ നമ്മുടെ ഒരു കളക്ഷൻ ഉണ്ടായിരിക്കണം അങ്ങനെ. അപ്പോൾ ഈ അടുത്ത സംഭവങ്ങളെ ബന്ധപ്പെടുത്തി നമ്മൾ എന്ത് പറയുന്നു? കുറെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നമ്മുടെ സ്പീച്ചിലേക്ക് ആഡ് ചെയ്യുന്നു. ഒരുപാട്. അപ്പൊ നല്ലൊരു റീഡർ ആയിരിക്കണം. ന്യൂസ് പേപ്പറൊക്കെ സ്ഥിരമായി വായിക്കണം. കാരണം അതിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുക. അതുമാതിരി തന്നെ വാച്ച് TV. നിങ്ങൾക്ക് അങ്ങനെ കളക്ഷൻ ഓഫ് ഡീറ്റെയിൽസ് വേണം ഓഫ് ഓൾ ദീസ് തിങ്സ്. കൊട്ടേഷൻസ് ആൻഡ് പ്രോവർബ്സ്, മഹാന്മാരുടെ ഉദ്ധരണികൾ, അത് മഹത് വചനങ്ങൾ, പഴഞ്ചൊല്ലൊക്കെ നമ്മൾ ഒരുപാട് കളക്ട് ചെയ്യണം. കാരണം സമയം, സന്ദർഭം, സബ്ജക്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? ഇതൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ പ്രസന്റേഷന് കൊഴുപ്പ് കൂട്ടും, ഭംഗിയുള്ളതാക്കി മാറ്റും. ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, ഡോണ്ട് ഹർട്ട് ദ ഓഡിയൻസ് ഓർ ദ അതർ ഇൻവൈറ്റഡ് ഗസ്റ്റസ്. ഒരു കാരണവശാലും നിങ്ങൾ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിന് ഇൻസൾട്ട് ചെയ്യുന്നതായുള്ള കഥകളോ കാര്യങ്ങളോ പറയരുത്. ദാറ്റ് ഈസ് നോട്ട് ഫെയർ. ചിലപ്പോ ദേ ബിക്കം മോർ വയലന്റ് ആയി മാറും. പിന്നെ പൂമാലയല്ലേ കിട്ടുക. അതുമാതിരി നമ്മുടെ കൂടെ ഇരിക്കുന്ന മറ്റ് സ്പീക്കേഴ്സ് ഉണ്ടായിരിക്കും, അവരും സത്യം പാടില്ല. അവരൊരു മുഖത്തടിച്ച മാതിരി. മിനിമം ആ മാന്യത കീപ്പ് ചെയ്യും. റെസ്പെക്ട് ദ ഓഡിയൻസ്, റെസ്പെക്ട് അതർ സ്പീക്കേഴ്സ്. ബി ഗ്രേറ്റ്ഫുൾ. നിങ്ങൾ പ്രസംഗിക്കാൻ ക്ഷണിച്ച ആ വ്യക്തികളോടും അല്ലെങ്കിൽ സ്ഥാപനത്തോട് അല്ലെങ്കിൽ ഓർഗനൈസേഷനോട് നമ്മൾ നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് നന്ദി പറയാൻ ഒരിക്കലും മറന്നു. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബിഗിനിങ്ങിൽ പറയാം. ചിലർക്കൊരു അവസരം മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. നമുക്ക് വേണ്ടി ബിഗിനിൽ തന്നെ പറയാം, ആദ്യമേ തന്നെ ഞാൻ നന്ദി പ്രകാശിക്കുന്നു, പ്രകടിപ്പിക്കുന്നു എന്നെ ക്ഷണിച്ചതിന്. അതിന് ഓണർ ഒരു ബഹുമതിയെ കാണുന്നു പറഞ്ഞു. ആദ്യമേ തന്നെ അത് പറഞ്ഞു വെക്കാന്ന്. പിന്നെ അവസാനം പറഞ്ഞില്ലെങ്കിലും പ്രോബ്ലം, വിട്ടുപോലും പ്രോബ്ലം ഇല്ല. അത് ഒരിക്കലും മറക്കരുത്. കാരണം ദാറ്റ് ഇസ് എ മാറ്റർ ഓഫ് റെസ്പെക്ട്. അത് കേർട്സിയാണ് നമ്മുടെ ഒരു ഔചിത്യമര്യാദ എന്ന് പറയുന്നത്. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ആ പോയിന്റ് പറഞ്ഞുതരാം. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്.
നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ രണ്ടുപേരും അവിടെ പരസ്പരം സംസാരിച്ചു. നിങ്ങൾ പ്രസംഗം കേൾക്കാൻ ശ്രദ്ധിക്കില്ല അവര്. നോ അറ്റൻഷൻ ഫ്രം ദാറ്റ് പാർട്ട്. രണ്ടുപേരും ഏറ്റുപോയി. ലീവ് ഇറ്റ്. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. കാരണം നിങ്ങൾ അവർക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. ഇതൊരു ഓഡിയൻസിന് 5 പേര് എനിക്ക് പോയാലും ബാക്കി ആൾക്കാർ കേൾക്കാതിരിക്കുന്നില്ലേ? ടോക്ക് carry on. നിങ്ങൾ കേൾക്കാൻ കുറച്ചുപേര് അവിടെ ഇരിക്കുന്നുണ്ട്, ഭൂരിപക്ഷം അവിടെ ഇരിക്കുന്നില്ലേ? ഭൂരിപക്ഷം പോയി നിങ്ങൾ നിർത്തിപ്പോക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആവശ്യം അവിടെ ഇല്ല. അവിടെ നിന്ന് കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴാണ് ഏതാ. അപ്പൊ ഒന്ന് കുറച്ചുപേര് പോയിട്ട് ബാക്കി ആൾക്കാർ കുറച്ച് ആൾക്കാർ കേൾക്കാതിരിക്കുന്നില്ലേ? പക്ഷെ അവിടെയാണ് ഞാൻ ബെർണാഡ് സംബന്ധിച്ചു കൊടുത്തത്. ബെർണാഡ് ഷോ ഒരിക്കൽ സ്പീച്ച് നടത്തിയപ്പോ 2 പേരുണ്ടായുള്ളൂ. ഒന്ന് ബെർണാഡ് ഷോ ഭയങ്കര ഒരു ഭീകരനായ പ്രസംഗം എന്ന് പറഞ്ഞൊരു ഒരു മുദ്ര കുത്തി. എന്നോ ഇദ്ദേഹം മഴയത്ത് പ്രസംഗിക്കാൻ വിളിച്ച സെക്രട്ടറിന് സംഘടനയുടെ അത് കുറെ പിടിച്ചിട്ടുണ്ട്. ബെർണാഡ് ഷോ നിൽക്കുന്നുണ്ട്. 2 പോലീസുകാർ കേട്ടു. 2 പോലീസുകാരേ ഉള്ളൂ. പക്ഷെ അവരോട് ഗംഭീരമായ സ്പീച്ച് നടത്തിയെന്ന്. അത് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സ്പീച്ച് അതായിരുന്നു. കേൾക്കാൻ 2 പേരുള്ളൂ. അയാളെ സൂക്ഷിക്കാൻ വന്ന 2 പോലീസുകാർ. അത് ചില ആൾക്കാർ അങ്ങനെയുണ്ട്. അത് അതിനൊരു സ്റ്റെപ്പായി കണ്ടുള്ളൂ, ആസ് എ പ്രാക്ടീസ്. അതുകൊണ്ട് കുറച്ച് പേര് അവിടെ ചിലപ്പോൾ രണ്ട് സൗണ്ട് ഉണ്ടാക്കിണ്ടായിരിക്കും. They may pass a comment. Don't get upset. ബാക്കിയുള്ള ആൾക്കാരില്ലേ അവർക്ക് വേണ്ടി